ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ TP-Linkൻ്റെ ഒരു വൈഫൈ 6 റൗട്ടർ AX10 എന്ന് പറഞ്ഞ ഒരു വൈഫൈ 6 റൗട്ടറിൻ്റെ ഒരു കോൺഫിഗറേഷൻ വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റൗട്ടറിനെ കുറിച്ചും വൈഫൈ 6നെ കുറിച്ചും പറയുകയാണെങ്കിൽ ഈ ഒരു റൗട്ടർ ഞാൻ കഴിഞ്ഞൊരു റീലിൽ കാണിച്ച പോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു റൗട്ടറാണ്. 4 ആൻറ്റിനയ്ക്കുള്ള ഒരു വാൻ പോർട്ട്, 4 ജിഗാബിറ്റ് ലാൻ പോർട്ടുകൾ, പിന്നെ ഒരു റീസെറ്റ് ബട്ടണും ഒരു റീസെറ്റ് ഹോളും പിന്നെ ഒരു WPS ബട്ടൺ, അങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ ഇതിനൊരു 12 വോൾട്ട് ചാർജറും വരുന്നുണ്ട്. ഇതൊരു നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇതിൻ്റെ TP-Linkൻ്റെ ബ്രാൻഡിംഗ് ഒക്കെ ഉള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മോഡലിലാണ് ഈ ഒരു റൗട്ടർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വൈഫൈ 6ൻ്റെ ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ ഒരു അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ വരുന്ന ഒരു വൈഫൈ 6 റൗട്ടറാണിത്. വൈഫൈ 6 റൗട്ടർ നിങ്ങൾക്കറിയാം, അതായത് നമ്മൾ ഒരുപാട് ക്ലയൻറ്റ്സ് കണക്ട് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഹൈ സ്പീഡ് ഉപയോഗിക്കുമ്പോൾ, അതായത് 1 Gbps സ്പീഡ് അല്ലെങ്കിൽ അതുപോലെ ഹൈ സ്പീഡ് ഉപയോഗിക്കുമ്പോഴും, പിന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് ക്ലയൻറ്റ്സ് കൂടുമ്പോഴുള്ള ആ ഒരു കണക്ടിവിറ്റി സ്പീഡിൻ്റെ ഇഷ്യൂ, അല്ലെങ്കിൽ പെനട്രേഷൻ, അതായത് ദീർഘദൂരത്തേക്ക് ആ ഒരു വൈഫൈ റേഞ്ച് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂ, അതായത് ഓരോ വാൾസ് പെനട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാം ആ ഒരു വൈഫൈ സിഗ്നലിൻ്റെ ആ ഒരു ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാക്സിമം കുറയ്ക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ വൈഫൈ 6 ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ വൈഫൈ 6 ടെക്നോളജിയിൽ തന്നെ നമുക്കറിയാം MU, MIMO, OFDMA, നമ്മുടെ ചാനലിൽ തന്നെ ഇതൊക്കെ എന്താണെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ MU, MIMO, OFDMA, പിന്നെ BSS കളറിങ് പോലുള്ള വലിയ ഫീച്ചേഴ്സ്, അത് നൂതനമായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ അടങ്ങിയതാണ് ഈ വൈഫൈ 6 റൗട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വൈഫൈ 6 റൗട്ടറിലോട്ട് വരുമ്പോൾ വൈഫൈ 6 റൗട്ടർ മാത്രമല്ല, നമുക്ക് മെഷ് റൗട്ടറുകളെ കുറിച്ച് അറിയാം. മെഷ് റൗട്ടറുകളും വൈഫൈ 6ൻ്റെ വരുന്നുണ്ട്, വൈഫൈ 6 കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതായത് നമ്മുടെ റൗട്ടേഴ്സിൽ ഇപ്പോൾ AC റൗട്ടേഴ്സ് വരുമ്പോൾ നമുക്കൊരു വൈഫൈ 5 GHz വൈഫൈ ആണ് വരുന്നതെങ്കിൽ, വൈഫൈ 5 വരുന്നതാണെങ്കിൽ AX സീരീസിൽ വരുന്ന റൗട്ടേഴ്സിലൊക്കെ നമുക്ക് ആ ഒരു വൈഫൈ 6 റൗട്ടേഴ്സാണ് AX സീരീസിൽ വരുന്നത്. അപ്പോൾ ഇത് TP-Linkൻ്റെ AX10 എന്ന് പറഞ്ഞൊരു മോഡലാണ് ഈ വരുന്നത്. ഇവരുടെ തന്നെ 20 ഉണ്ട്, അതിന് മുകളിലുള്ള മോഡലുകളൊക്കെ ഉണ്ട് TP-Linkൻ്റെ. എന്നാൽ നമുക്കൊരു റീസണബിൾ റേറ്റിൽ നമുക്കൊരു വൈഫൈ 6 റൗട്ടർ നമ്മുടെ വീട്ടിലേക്ക് സ്വന്തമാക്കണമെങ്കിൽ ഈ ഒരു റൗട്ടർ വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ ഈ ഒരു വീഡിയോൻ്റെ തന്നെ പ്രൊഡക്റ്റ് ലിങ്കിൽ അതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് അവിടെ കയറി അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്, ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് പർച്ചേസ് ചെയ്തിട്ട് അതെങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യേണ്ടതെന്ന്, അതായത് വയേർഡ് ആണോ വയർലെസ് ആണോ, ആക്ച്വലി വയർലെസ് അല്ല, ഇത് വയേർഡ് ആയിട്ട് ചെയ്യുന്ന ഒരു റൗട്ടറാണ്. നമുക്കറിയാം, അതായത് ഒരു ഹൈ എൻഡ് ഡിവൈസുകളിലോട്ടൊക്കെ വരുമ്പോൾ, അതായത് നല്ലൊരു ഡിവൈസുകളിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് വയേർഡ് തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം സ്പീഡ് നമുക്ക് ത്രൂപുട്ട് കിട്ടുന്നത് വയേർഡാണ്. അതായത് നമ്മുടെ മെയിൻ മോഡിൽ നിന്ന് ഒരു വയർ വലിച്ച് വയേർഡായിട്ട് വേണം ഈ ഒരു റൗട്ടറും ഫിക്സ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ വയേർഡ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വയർലെസ്സിന് നമുക്ക് ചെയ്യാവുന്നത് വയർലെസ് റൗട്ടേഴ്സ് ഉണ്ട്, അതായത് കുറഞ്ഞ വയർലെസ് റൗട്ടേഴ്സ് ഉണ്ട്, അത് വയർലെസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന റൗട്ടേഴ്സ് ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു സ്പീഡിന് ഇഷ്യൂസൊക്കെ ആ ഒരു വയർലെസ് റൗട്ടേഴ്സ് ഉണ്ടാവും, വയേർഡായിട്ട് തന്നെ ചെയ്യണം. അതും നമുക്കിതുപോലെ തന്നെ വൈഫൈ 6 റൗട്ടേഴ്സ് ആണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഫീച്ചേഴ്സ് ഈ വൈഫൈ 6 റൗട്ടേഴ്സിനുണ്ട്. വൈഫൈ 6 കൂടുതലും യൂസേജ് ആവുന്ന അല്ലെങ്കിൽ യൂസ് ആവുന്ന ആളുകളെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ഗെയിമിംഗ് കളിക്കുന്നവർ. ഗെയിമിംഗ് ഇപ്പോൾ ഒരു പണ്ടത്തെ പോലെ വളരെ കുറച്ച് ആൾക്കാരല്ല, ഒട്ടുമിക്ക എല്ലാവരും തന്നെ യങ് ജനറേഷനിലായാലും എല്ലാവരും തന്നെ ഗെയിമിംഗ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ആ ലേറ്റൻസി ഇഷ്യൂസൊക്കെ വരാറുണ്ട്. ലേറ്റൻസി കുറവായിരിക്കണം. അപ്പോൾ അതിനൊക്കെ ഈ വൈഫൈ 6 വളരെ നല്ല ഒന്നാണ്. അതായത് ആ ലേറ്റൻസിയൊക്കെ വളരെ മാക്സിമം കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ വൈഫൈ 6 റൗട്ടറിലൂടെ സാധിക്കും. അതുപോലെ തന്നെ സ്ട്രീമിംഗ്, HD കണ്ടൻസും 4K സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു വൈഫൈ 6 റൗട്ടേഴ്സ് ഉണ്ടെങ്കിൽ വളരെ കൂടുതൽ സ്പീഡിൽ അല്ലെങ്കിൽ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ഡൗൺലോഡിങ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലൈവ് സ്ട്രീം പോകുന്നവർ, അതായത് നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ലൈവ് സ്ട്രീം ഏറ്റവും കൂടുതൽ ഈ ഗെയിമിങ്ങിന് തന്നെയാണെങ്കിൽ ആ ഒരു ലൈവ് സ്ട്രീം പോകുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതൽ ലേറ്റൻസി ഇഷ്യൂസും സ്പീഡ് ഇഷ്യൂസൊക്കെ വരുന്നത് അവർക്കാണ്. അപ്പോൾ അവർക്കൊക്കെ മസ്റ്റായിട്ടും വേണ്ട ഒന്നാണ് ഈ ഒരു വൈഫൈ 6 റൗട്ടർ. വൈഫൈ 6 റൗട്ടർ അത്തരം ആൾക്കാർക്ക് മസ്റ്റാണ്. പിന്നെ അതിന് പുറമെ സാധാരണക്കാരനും ഈ ഒരു റേറ്റിലേക്ക്, അതായത് ഇത് ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഒരു റേറ്റിൽ വരുന്ന ഒരു റൗട്ടറാണ് ഈ ഒരു TP-Linkൻ്റെ ആർച്ചർ AX10 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണക്കാരനും വച്ച് ഉപയോഗിക്കാവുന്ന ഒരു റൗട്ടർ തന്നെയാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺഫിഗറേഷൻ വീഡിയോ ആണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. കോൺഫിഗറേഷൻ വീഡിയോ ഇതെങ്ങനെയാണ് കോൺഫിഗറേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതും ബാക്കി ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. അപ്പോൾ നിങ്ങൾ കാണുക. ഇത്തരത്തിലുള്ള കോൺഫിഗറേഷൻ വീഡിയോകൾ നമ്മൾ ഒരുപാട് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോൺഫിഗറേഷനിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മളുടെ മോഡത്തിൽ നിന്നിട്ട് ഒരു കേബിൾ കണക്ട് ചെയ്യുക, അതായത് ലാൻ വഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതൊരു ലാൻ കേബിൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ലാൻ പോർട്ടിൽ ഏതെങ്കിലും ഒന്നിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് റൗട്ടറിൻ്റെ ചാർജർ കണക്ട് ചെയ്യുക. നമ്മളുടെ റൗട്ടറിൻ്റെ ആ ഒരു അഡാപ്റ്റർ നമ്മളാദ്യം പ്ലഗ് ചെയ്യുക. അതിനുശേഷം ഒരു പാച്ച് കോഡ്, അതായത് നമ്മളൊരു പാച്ച് കോഡ് എടുക്കുക.
പാച്ച് കോഡ് എടുത്തിട്ട് കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പാച്ച് കോഡ് കണക്ട് ചെയ്യണം. പാച്ച് കോഡ് കണക്ട് ചെയ്യുക. അപ്പോൾ അത് പാച്ച് കോഡ് നമ്മളൊരു ലാൻ പോർട്ടിൽ വേണം കണക്ട് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ നമ്മുടെ മോഡത്തിൽ നിന്നുള്ള മെയിൻ കേബിൾ ഉണ്ടാവും, അതായത് മോഡത്തിൽ നിന്ന് കണക്ട് ചെയ്ത കേബിൾ, മോഡത്തിൽ കണക്ട് ചെയ്ത കേബിളിൻ്റെ അപ്പുറത്തേൻ്റെ നമ്മളിവിടെ ഇതിൻ്റെ വാൻ പോർട്ടിൽ, അതായത് നമ്മുടെ റൗട്ടറിൻ്റെ വാൻ പോർട്ടിൽ കണക്ട് ചെയ്യണം. ഈ ഒരു കളർ മാത്രം ഡിഫറെൻ്റ് ആയിരിക്കുന്നതാണ് ആ ഒരു വാൻ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വാൻ പോർട്ടിലത് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ വന്നിരിക്കുന്ന കേബിൾ നമ്മുടെ മോഡത്തിൽ നിന്ന് വന്നിരിക്കുന്ന കേബിളാണ്. ഇത് ഇതിൻ്റെ വാൻ പോർട്ടിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം ഒരു പാച്ച് കോഡ് എടുത്തിട്ട് നമ്മളതിൻ്റെ ലാൻ പോർട്ടിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇത് വേണം നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്താണ് കോൺഫിഗറേഷൻ ചെയ്യാൻ പോകുന്നത് അതിനകത്തോട്ട് കണക്ട് ചെയ്യാനായിട്ട്. ഈ ഒരു പാച്ച് കോഡ് വെച്ചിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ ആ ഒരു പാച്ച് കോഡ് നമ്മൾ നേരെ ഈ ഒരു കൺവെർട്ടറിൽ കുത്തിയിട്ടാണ് ഈ ഒരു കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു RJ45 കേബിൾ കുത്താനുള്ള ഒരു പോർട്ട് നമ്മുടെ ഈ ലാപ്ടോപ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു RJ45 ടു USB കൺവെർട്ടർ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇതുപോലെ RJ45 കേബിൾ പാച്ച് കോഡ് കുത്താൻ കണക്ട് ചെയ്യാനായിട്ട് പോർട്ട് ഉണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള കൺവെർട്ടർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല നിങ്ങൾ കമ്പ്യൂട്ടറിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് ഇത് കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കേബിൾ വന്നിരിക്കുന്ന മോഡത്തിൽ നിന്നാണ്, നമ്മുടെ മെയിൻ മോഡത്തിൽ നിന്ന് വരുന്ന കേബിളാണ് ഈ റൗട്ടറിൻ്റെ വാൻ പോർട്ടിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പാച്ച് കോഡാണ് നമ്മൾ ഈ ഒരു ലാപ്ടോപ്പിലേക്ക്, അതായത് കോൺഫിഗറേഷൻ ചെയ്യാനുള്ള ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. റൗട്ടറിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് കളയാവുന്നതാണ്. ഇതൊരു ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കേബിൾ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പേപ്പറാണ് ആ റൗട്ടറിന് മുകളിലിരിക്കുന്നത്. അപ്പോൾ ലൈറ്റുകൾ ഇതൊക്കെയാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ആദ്യം കാണുന്നത് ഇതൊരു പവർ ലൈറ്റാണ്. ആദ്യം കാണുന്ന ഒരു പവർ ലൈറ്റ്, അത് കഴിഞ്ഞൊരു വൈഫൈയുടെ ലൈറ്റ്, പിന്നെ ഒരു വൈഫൈ ലൈറ്റ് ഉണ്ട്, അതായത് 2.45 GHz രണ്ടെണ്ണമുണ്ട്, പിന്നെ ഇൻ്റർനെറ്റ് ലൈറ്റ്, പിന്നെ ഒരു ലാൻഡ് ലൈറ്റ്. അങ്ങനെയാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മളിവിടെ കണക്റ്റ് ആയിരിക്കുന്നത് ഈ ഒരു 4 ലൈറ്റുകളാണ് ഇപ്പോൾ ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അഡ്രസ് ബാറിൽ ഇതിൻ്റെ IP അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. അതായത് ഇതിൻ്റെ ലാൻ IP, അതായത് ഗേറ്റ് വേ IP അഡ്രസ്സ് വരുന്നത് 192.168.0.1 ആണ് ഇതിൻ്റെ IP അഡ്രസ്സ് വരുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യുക. 0.1 ഇതാണ് അതിൻ്റെ ലാൻ IP അഡ്രസ്സ് വരുന്നത്. അപ്പോൾ ഇത് അടിച്ചിട്ട് വേണം നമ്മൾ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. 8.0.1 എന്നാണ് നമ്മുടെ ഈ ഒരു റൗട്ടറിൻ്റെ ഗേറ്റ് വേ IP, ലാൻ IP, ഗേറ്റ് വേ IP അതാണ്. അപ്പോൾ നമ്മളത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ ആ ഒരു TP ലിങ്കിൻ്റെ ഒരു ലോഗിൻ പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് ക്രിയേറ്റ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പാസ്വേഡ് എന്ന് പറഞ്ഞു കൊടുക്കും. അതായത് നമ്മളിവിടെ ഒരു പാസ്വേഡ്, അതായത് നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ ഒരു റൗട്ടറിലേക്ക് ഓപ്പൺ ചെയ്യാൻ നേരത്തെ കൊടുക്കേണ്ട പാസ്വേഡാണ്. അപ്പോൾ അത് ഞാനിവിടെ പാസ്വേഡ് കൊടുക്കുകയാണ്. അതായത് അടുത്ത പ്രാവശ്യം എനിക്ക് ഈ ഒരു ലോഗിൻ പേജിലോട്ട് കയറാൻ നേരത്ത്, അതായത് നമുക്ക് ലോഗിൻ പേജിലോട്ട് കയറാൻ നേരത്ത് കൊടുക്കേണ്ട ഒരു പാസ്വേഡാണ് ആദ്യം തന്നെ ചോദിക്കുന്നത്. അപ്പോൾ ഒരു പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അത് കൊടുക്കുക. അത് പാസ്വേഡ് മിസ്മാച്ച് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ അടിച്ച പാസ്വേഡിൻ്റെ കുഴപ്പമാണ്. എന്നിട്ടിവിടെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു TP ലിങ്കിൻ്റെ ആ ഒരു ലോഗിൻ പേജിലോട്ട് ഓപ്പൺ ആവും. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ചോദിക്കുന്ന ആ ഒരു ടൈം സോണാണ്. ടൈം സോണ് ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ടൈം സോൺ നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ ടൈം സോൺ ഏതാണോ അത് കൊടുക്കുക. നമ്മുടെ ടൈം സോൺ വരുന്നത് ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി ആ ഒരു ടൈം സോണാണ്. അപ്പോൾ ആ ടൈം സോൺ കൊടുക്കുക. ടൈം സോൺ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഓരോ ടൈപ്പ് ചോദിക്കും, അതായത് സെലക്ട് കണക്ഷൻ ടൈപ്പ് ചോദിക്കും. സ്റ്റാറ്റിക് IP ആണെങ്കിൽ സ്റ്റാറ്റിക് IP കൊടുക്കുക, ഡൈനാമിക് IP ആണെങ്കിൽ ഡൈനാമിക് കൊടുക്കുക. കാരണം ഒരു 90% ആൾക്കാരുടെയും ഡൈനാമിക് IP തന്നെ ആയിരിക്കുള്ളൂ. സ്റ്റാറ്റിക് IP ആണെങ്കിൽ
ഇവിടെ നമുക്ക് സ്റ്റാറ്റിക് IP കൊടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ IP അടയ്ക്കാനുള്ള IP എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇപ്പോൾ ഇവിടെ നോർമലി ഞാനിവിടെ ഡൈനാമിക് IP ആണ് കൊടുക്കുന്നത്. PPPoE ആണെങ്കിൽ PPPoE കൊടുക്കുക, L2TP ആണെങ്കിൽ L2TP കൊടുക്കുക, PPTP ആണെങ്കിൽ അത് കൊടുക്കുക. പക്ഷേ നോർമലി ഒരു 90% ആൾക്കാർ ഡൈനാമിക് IP ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡൈനാമിക് IP തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലത്തെ ഓപ്ഷൻ വരും, സെലക്ട് മാക് ID യൂസ് ദ ഡിഫോൾട്ട് മാക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഡിഫോൾട്ട് മാക് തന്നെ യൂസ് ചെയ്യുന്ന വിധത്തിലുള്ള ഇത് കൊടുത്താൽ മതി. നമ്മൾ സെപ്പറേറ്റ് മാക് ID വേണ്ട, ഡിഫോൾട്ട് ഇതിൽ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ജസ്റ്റ് ഇവിടെ നെക്സ്റ്റ് നമുക്കിവിടെ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു സ്മാർട്ട് കണക്റ്റ് എനേബിൾ എന്ന് പറഞ്ഞ സ്മാർട്ട് കണക്റ്റ് എനേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിന് പുറമെ വയർലെസ് റേഡിയോ എനേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വയർലെസ് റേഡിയോ എനേബിൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ തന്നെ കൊടുക്കുക. ഈ സ്മാർട്ട് കണക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഒറ്റ പേരിലും ഇടാം. അതായത് നമുക്ക് ഈ റൗട്ടറിൽ 2.4 GHz വൈഫൈയും അതുപോലെ തന്നെ 5 GHz വൈഫൈ രണ്ടും ഈ ഒരു ഒറ്റ റൗട്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒറ്റ പേരിൽ, അതായത് ഈ ഒരു TP-Link എന്നുള്ള പേരിൽ, ഇത് അതിൻ്റെ ഡിഫോൾട്ട് പേരും പാസ്വേഡുമാണ്. നമുക്കിതിന് വേണമെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് പേരും പാസ്വേഡും മാറ്റി കൊടുക്കാം. ഇപ്പോൾ TP-Linkൻ്റെയാണ്, നമുക്ക് ഇതിന് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്കത് റൗട്ടറിൻ്റെ പേര് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് TP എന്ന് കൊടുക്കാം. എന്നിട്ട് പാസ്വേഡ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് തുടങ്ങി 9 വരെയുള്ള അല്ലെങ്കിൽ 1 തുടങ്ങി 8 വരെയുള്ള ഒരു പാസ്വേഡും ഇവിടെ കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പറഞ്ഞു വന്നത് സ്മാർട്ട് കണക്റ്റ് ഓൺ ആണെങ്കിൽ നമുക്ക് 2.4 5 GHz എന്ന് പറഞ്ഞാൽ 2 വൈഫൈ ആയിട്ട് കാണിക്കില്ല, ഒറ്റ വൈഫൈ തന്നെയായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ ഒറ്റ വൈഫൈ ആയിട്ട് കാണിക്കുന്ന വിധത്തിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ TP-Linkൻ്റെ ഈ ഒരു പേരും പാസ്വേഡും നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് കണക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും. അതായത് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന ആ കണക്ടിവിറ്റി ഓക്കെ ആണോ, കേബിളൊക്കെ ഓക്കെ ആണോ താഴ്ത്തുന്നത്, അതായത് നമുക്ക് അവർ നമ്മുടെ മെയിൻ മോഡത്തിൽ നിന്ന് ഇൻ്റർനെറ്റ് ഈ ഒരു റൗട്ടറിലോട്ട് വരുന്നുണ്ടോ, ഈ Wi-Fi 6 റൗട്ടറിലോട്ട് വരുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ ടെസ്റ്റ് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കണക്ടിവിറ്റി ഓക്കെ ആണോ എന്നുള്ളത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവരത് ഫിനിഷ് ചെയ്യുമ്പോൾ കീപ്പ് യുവർ റൗട്ടർ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ അപ്ഡേറ്റ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ടേൺ ഓൺ ഓട്ടോ അപ്ഡേറ്റ്. അത് നമുക്ക് സമയം വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഡു യു വാണ്ട് ടു അപ്ഡേറ്റ് റൗട്ടർ, അപ്പോൾ ഒരു 3 AM 5 AM അതായത് വെളുപ്പിനെയൊക്കെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്തോളൂ എന്നുള്ള ഓപ്ഷനിലാണ് ഇത് കിടക്കുന്നത്. ജസ്റ്റ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ സക്സസ്, അതായത് സെറ്റിംഗ്സ് അപ്ലൈഡ് സക്സസ്ഫുള്ളി, യു ക്യാൻ കണക്ട് യുവർ ഡിവൈസ് ടു ദി റൗട്ടർ ബൈ യൂസിങ് ബിലോ ഇൻഫർമേഷൻ. നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ 2.4 5Gയുടെ ആ ഒരു പാസ്വേഡും പേരാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ രണ്ടിനും ഒരേ പാസ്വേഡ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത് ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ അത് വി ഫൗണ്ട് അനദർ റൗട്ടർ ഓൺ യുവർ നെറ്റ്വർക്ക് എന്ന് പറയും. അതായത് നമ്മൾ ആ ഒരു മോഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇറ്റ് മൈറ്റ് കോസ് നാറ്റ് ഇഷ്യൂ, ചൂസ് ദ റൗട്ടർ ഇസ് കണക്റ്റഡ് യുവർ സിറ്റുവേഷൻ ഡിഫറെൻറ്റ് വെച്ചിട്ടുണ്ട്. അതായത് ദിസ് റൗട്ടർ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മൈ മോഡം. അതായത് നമ്മുടെ മോഡമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലെങ്കിൽ അതേ കമ്പൈൻഡ് ആണോ, അതായത് മോഡം റൗട്ടറും ഒറ്റ കണക്ടിവിറ്റി, അതായത് DHCPയുടെ മോഡൽ വേണോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഒറ്റ നെറ്റ്വർക്കിൽ വേണോ എന്നാണ് ചോദിക്കുന്നത്. ദിസ് റൗട്ടർ ഈസ് കമ്പൈൻഡ് വിത്ത് മൈ മോഡം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു മോഡത്തിൻ്റെ അതേ നെറ്റ്വർക്കിൽ തന്നെ വേണോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻഡിപെൻഡൻറ്റ് മോഡമായിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് റൗട്ടറായിട്ട് വേണമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് റൗട്ടർ എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മൈ മോഡം, അതായത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ് ഈ റൗട്ടറിനെ കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ അത് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വി ഹൈലി റെക്കമെൻഡ് ദാറ്റ് റിമൂവ് യുവർ ഓൾഡ് റൗട്ടർ ആൻഡ് കണക്ട് ഡയറക്ട്ലി ടു യുവർ മോഡം ടു ദി TP-I. റിമൂവ് യുവർ ഓൾഡ് റൗട്ടർ ആൻഡ് ഡയറക്ട്ലി കണക്ട് യുവർ മോഡം ടു ഇറ്റ്സ് TP-Link റൗട്ടർ. അതായത് നമ്മുടെ മോഡത്തിൽ നിന്നിട്ടും ആ ഒരു TP-Link റൗട്ടറിലേക്ക് കണക്ട് ചെയ്യാനായിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മളിവിടെ നമ്മുടെ ഈ റൗട്ടർ നേരെ മോഡമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വൈറ്റ് കേബിൾ വഴി നമ്മൾ മോഡമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. വൺ മോർ തിങ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ അത് നമുക്കത് ആ ഒരു സെറ്റപ്പ് പേജിലോട്ടാണ് പോകുന്നത്.
സ്കിപ്പ് ചെയ്യാം. ബാക്കിയുള്ള അതായത് ആ ഒരു ടി പി ലിങ്കിൻ്റെ ലോഗിൻ ഐ ഡിയും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അതായത് വീണ്ടും അതിനകത്ത് കയറാനും ഒരുപാട് സെറ്റിങ്സ്, അതായത് ഇതിനകത്ത് ഒരുപാട് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഓരോ വീഡിയോയിൽ നമുക്ക് ഇനി പറഞ്ഞുതരാം, ഓരോരോ ഫംഗ്ഷൻസ് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇതിൻ്റെ BSCക്ക് ഒരു കോൺഫിഗറേഷൻ മാത്രമാണ് നമ്മളിവിടെ കാണിച്ചത്. ഒരുപാട് ഫംഗ്ഷൻസ് ഇതിനകത്ത് ഇനിയുണ്ട്. ഓൾ സെറ്റ് അതായത് കഴിഞ്ഞു, അതായത് ആ ഒരു കോൺഫിഗറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഓൾ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ വൈഫൈ കണക്ട് ചെയ്ത് നോക്കാം. വൈഫൈ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇവിടെ നമ്മുടെ ലാൻ കണക്റ്റഡ് ആയിട്ടുണ്ട്, ഇൻ്റർനെറ്റ് ആക്സസ് ഓക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ലാൻ കാണാം. അതായത് ഇപ്പോൾ ഓൾറെഡി ഈ ഒരു റൗട്ടറിൽ നിന്നുള്ള ലാൻ, അതായത് നമ്മളിവിടെ കേബിൾ വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാൻ ഇവിടെ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലാൻ വഴി തന്നെ കണക്റ്റഡാണ്. അപ്പോൾ നമുക്കിവിടെ പിന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നമുക്കിവിടെ റിസൾട്ട് വരും. അപ്പോൾ ഇൻ്റർനെറ്റ് ചാലുവായിട്ടുണ്ട്. ഇൻ്റർനെറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടെ ഇൻ്റർനെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് കാണിക്കും സ്പീഡ്, നമുക്കിവിടെ കാണിക്കുന്നതാണ്. ഇൻ്റർനെറ്റ് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്പീഡ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു 30 Mbps പ്ലാനാണ്. അധികം കൂടിയ പ്ലാനല്ല, 30 Mbps പ്ലാനാണ്. എന്നാലും ഇവിടെ 40 Mbps കിട്ടുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ISP നമുക്കൊരു കുറച്ച് ബഫർ സ്പീഡായിട്ട് കൂടുതൽ ഇട്ടിട്ടുണ്ടാകും. അതിനെയാണ് ആ ഒരു 40 കിട്ടുന്നത്. പിന്നെ അതിന് പുറമെ നമ്മളൊരു അത്യാവശ്യം നല്ല റൗട്ടർ തന്നെ വെച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല റൗട്ടർ, നല്ല വൈഫൈ 6ൻ്റെ വളരെ നല്ല റൗട്ടറാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെയാണ് ആ ഒരു സ്പീഡ് നമുക്കിവിടെ കാണിക്കുന്നത്. ലാനിലാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ വൈഫൈ 6 റൗട്ടറുകൾ ഉപയോഗിക്കുക. പർച്ചേസ് ലിങ്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ റെഫറൻസ് ആക്കി എടുത്തിട്ട് നിങ്ങളത് റൗട്ടർ കോൺഫിഗറേഷൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ അതിന് മറുപടി പറയുന്നതായിരിക്കും. സോ ഇതുപോലുള്ള വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ഇതിനകത്ത് തന്നെ ഒരുപാട് ഫംഗ്ഷൻസും സെറ്റിങ്സും ഇനിയും ഉണ്ട്. അത് നമുക്ക് ഓരോ വീഡിയോസിലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഇത്തരം വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ഇത്തരം വീഡിയോസിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.